ഇവിടെ ഒരു പെൺകുട്ടി പാറയിടുക്കിൽ നിന്ന് ഒരു ലിക്വിഡ് ഒഴുകുന്നത് കണ്ട് ഓടിച്ചെന്ന് അത് കയ്യിലെടുത്ത് നോക്കുന്നു. ശേഷം അവളുടെ ബോയ് ഫ്രണ്ടിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അവൻ വന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല രുചിയുള്ള തേനാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരും ആ പാറയ്ക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. അവർ അവിടെ കാണുന്നത് വലിയൊരു ഗുഹ ആയിരുന്നു കേട്ടോ. അതിലൂടെ നടന്ന് അവർ ചെന്നെത്തുന്നത് വലിയൊരു തേനീച്ചക്കൂട്ടിലേക്കായിരുന്നു. വലിയൊരു അപകടം തങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ സമയം അവർ അറിഞ്ഞിരുന്നില്ല. അവർ കൂടിനകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് തേനുകൾ നിറഞ്ഞ വലിയ വലിയ അറകളായിരുന്നു കേട്ടോ. അത് ശേഖരിക്കാനുള്ള പാത്രം കൈവശമില്ലാത്തതിനാൽ അതെടുത്തു കൊണ്ടുവരുന്നതിനായി അവർ പുറത്തേക്ക് വേഗം പോകുന്നു. അവർ കേവിന് പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവർ വലിയൊരു മൂളൽ കേൾക്കുന്നത് കേട്ടോ. അവർ പേടിച്ച് ഗുഹയ്ക്ക് അകത്തേക്ക് തന്നെ കയറുകയാണ്. അപ്പോൾ ആ സമയം വലിയൊരു തേനീച്ച പറന്നു വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. അവർ വേഗം അവിടെ നിന്ന് ഓടി തേനീച്ചക്കൂട്ടിലെ വലിയൊരു അറയ്ക്കുള്ളിലേക്ക് വലിഞ്ഞു കയറി ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ തേനീച്ച ആവട്ടെ ഇവരെ മണം പിടിച്ചു വന്ന് ഇവരെ കണ്ടുപിടിച്ച് അറയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നവരെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ചെക്കൻ കയ്യിലിരുന്ന സ്റ്റിക്ക് എടുത്ത് തേനീച്ചയെ കുത്താൻ തുടങ്ങി. തേനീച്ച ഒന്ന് അടങ്ങിയെങ്കിലും പെട്ടെന്ന് അത് കയ്യിലുള്ള ദ്രാവകം ഉപയോഗിച്ച് അറ മൊത്തമായി അടയ്ക്കാൻ തുടങ്ങി കേട്ടോ. അറയ്ക്കുള്ളിൽ അധികം നേരം ചിലവഴിച്ചാൽ ശ്വാസം മുട്ടി മരിക്കുമെന്ന് മനസ്സിലാക്കിയ അവർ തേനീച്ച അവിടെ നിന്ന് പോയ സമയം നോക്കി അറയിൽ കിടന്ന കമ്പൊക്കെ കൂട്ടിവെച്ച് തീ കത്തിച്ചു. തീയുടെ ചൂടേറ്റ് ദ്രാവകം ഉരുകാൻ തുടങ്ങി. ആ സമയം മറ്റ് തേനീച്ചകൾ കൂടി അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും കിട്ടിയ ഗ്യാപ്പിൽ അവർ ആ അറയിൽ ഒരു വിള്ളലുണ്ടാക്കി അതിൽ നിന്ന് പുറത്തു ചാടി ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്.